വീരാജ്പേട്ടയിൽ നിന്ന് തിത്തിമത്തി വഴി മൈസൂരിലേക്ക് പോയിരുന്ന കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം. കാട്ടാനയുടെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന കാറിൽ നിന്നും കുടുംബം രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. കഴിഞ്ഞ ദിവസം രാത്രി വീരാജ്പേട്ട മൈസൂരു റോഡിൽ തിത്തിമത്തി ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് സംഭവം. വീരാജ്പേട്ട സ്വദേശിയായ അറാഫത്ത് മുഹമ്മദ് തന്റെ കുടുംബവുമായി ബുധനാഴ്ച രാത്രി 7:30 മൈസൂരുവിലേക്ക് പോകുമ്പോഴാണ് ആനയുടെ ആക്രമണമുണ്ടായത്. കാറിനുള്ളിൽ അറാഫത്ത് മുഹമ്മദിനെ കൂടാതെ അദ്ദേഹത്തിന്റെ അമ്മ ഷാഹിൽ അഷ്റഫ്, ഭാര്യ ഫരീൻ, സഹോദരി സുമയ്യ തബസും, സഹോദരിയുടെ മകൻ റിഫ്വാൻ ഉൾപ്പെടെ 5 പേരാണ് വലിയ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കാറിന്റെ ഇടതുവശവും മുൻഭാഗവും ഉൾപ്പെടെ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുന്നിലേക്ക് ആന വന്നതോടെ വാഹനം പിന്നോട്ടെടുക്കാനോ രക്ഷപ്പെടാനോ കഴിഞ്ഞില്ലെന്ന് കാറുടമ അറാഫത്ത് മുഹമ്മദ് പറഞ്ഞു. കാറിന് സമീപത്ത് വന്ന ആന ചവിട്ടിയും കുത്തിയും കാർ തകർക്കാൻ ശ്രമിച്ചതായും ഭാഗ്യം കൊണ്ട് മാത്രമാണ് താനും കുടുംബവും രക്ഷപ്പെട്ടതെന്നുമാണ് അറാഫത്ത് മുഹമ്മദ് പറയുന്നത്. ആനയുടെ ആക്രമണത്തിൽ അറാഫത്ത് മുഹമ്മദിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും നിസാര പരിക്കുകൾ സംഭവിച്ചു. മരണത്തെ മുന്നിൽ കണ്ട് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും ഭയന്ന് നിലവിളിച്ചപ്പോൾ ആന കൂടുതൽ ദേഷ്യത്തോടെ പിന്മാറാതെ വാഹനത്തെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ വാഹനത്തിന്റെ ഗ്ലാസുകളെല്ലാം ഉടഞ്ഞു വീണു. മുൻഭാഗവും ഇടതുവശവും ആന ചവിട്ടി തകർത്തു. സംഭവ സമയത്ത് അതുവഴി വന്ന മറ്റു വാഹനങ്ങളിലെ യാത്രികർ ഉൾപ്പെടെ ബഹളം വെച്ചതോടെയാണ് ആന പിന്മാറിയത്. രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്ര എപ്പോഴും അപകടം നിറഞ്ഞതാണ്. അപകട മുന്നറിയിപ്പുണ്ടെങ്കിലും രാത്രിയിലും നിരവധി യാത്രികരാണ് ഇതുവഴി കടന്നു പോകുന്നത്. സംഭവസ്ഥലത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥൻ ദേവരാജ്, ഗോണിക്കുപ്പ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK പ്രദീപ് കുമാർ തുടങ്ങി മറ്റു ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത് ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.